മന്ത്രി ശിവൻകുട്ടി ഞങ്ങൾക്ക് ഉത്തരവിട്ടത് ശരിയായില്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. ഞങ്ങൾ ആ കുട്ടിയെ പറഞ്ഞു വിട്ടിട്ടില്ല, സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ മന്ത്രി ശിവൻകുട്ടി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ഈ DDയുടെ റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. ഈ കുട്ടി തട്ടമിട്ട് വന്നതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല, പറഞ്ഞു വിട്ടിട്ടില്ല, സ്കൂളിൽ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ് ഇപ്പോഴും കുട്ടിയെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൻ്റെ റോൾ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുമ്പോഴാണോ കുട്ടി പുറത്താകുന്നത്, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോഴാണോ? അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണെന്ന്. ഇതിൽ മറ്റൊരു പ്രശ്നം, ഈ യൂണിഫോം, ഞാനും ഈ യൂണിഫോമിന് പൂർണ്ണമായി എതിരായിട്ടുള്ള ഒരാളാണ്. അത് പലതരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ സെൽഫ് എക്സ്പ്രഷനെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് യൂണിഫോം എന്നുള്ളത്. അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പല രാജ്യങ്ങളിൽ യൂണിഫോം ഇല്ല സ്കൂളുകളിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിബേറ്റ് തന്നെയാണ്. ആ കുട്ടി ഇനി ആ സ്കൂളിൽ നിന്ന് പോവുകയാണെന്ന് കരുതുക. ആ കുട്ടി പിന്നെ എങ്ങോട്ടാണ് പോവുക? തട്ടവിടാൻ പറ്റുന്ന ഒരു സ്കൂളിൽ പോകും. അപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കഴിഞ്ഞൊരു 40 വർഷത്തിനിടെ ഉണ്ടായ ഒരു മാറ്റം, പ്രധാനപ്പെട്ട മാറ്റം, സമുദായ സംഘടനകൾ, മതസമൂഹങ്ങൾ ധാരാളമായി സ്വകാര്യ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്വകാര്യ സ്കൂളിൽ ഉണ്ടാക്കുന്ന ഒരു അപകടം നമ്മുടെ നാട്ടിൽ നിലനിന്നൊരു കോഎക്സിസ്റ്റൻസ് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ടായിരിക്കും തട്ടയിടാൻ പറ്റുന്നൊരു സ്കൂളിലേക്ക് പോവുക? അവിടെ കൂടുതലും തട്ടമിടുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടി കണ്ടു വളരുന്ന ആരായിരിക്കും? തട്ടമിട്ട കുട്ടികളെ മാത്രം കണ്ടു വളരും. ഇനി ഈ സ്കൂളിൽ തട്ടമിടാത്ത കുട്ടികൾ വരാതിരിക്കുന്ന സ്കൂളിൽ തട്ടമിടാത്ത കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചില പ്രത്യേക സമുദായങ്ങളിലെ ആളുകൾ മാത്രമായി സ്കൂളിൽ പഠിക്കുക, ചില പ്രത്യേക സമുദായങ്ങൾക്ക് മാത്രം വേറെ സ്കൂളുകൾ ഉണ്ടാവുക. ഇത് ഈ വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ 40 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ജനറേഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ അതിനെത്ര ദോഷമുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യരെ കണ്ടാണ് വളരുന്നത്, അവരുടെ ഒപ്പം ഇരുന്ന് പഠിച്ചാണ് വളരുന്നത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കൂടെ തട്ട ഇട്ടതോ ഇല്ലാത്തതോ, ഇനി സിക്കുകാരനായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും നമുക്കതൊരു അസ്വസ്ഥതയല്ല. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന 2 പേര്, ഒരാളൊരു പള്ളിയിലച്ഛനാണ്, സന്യാസം സ്വീകരിച്ച ഒരാളായിരുന്നു, മറ്റ് 2 പേര് കന്യാസ്ത്രീകളായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പള്ളിയിലച്ഛൻ ഒരിക്കലും ലോഹ ഇട്ടിട്ടല്ല ക്ലാസ്സിൽ വരിക, അയാൾ പാൻറ് ഷർട്ട് ഇട്ടാണ് അവർ. മറ്റ് 2 പേരും അവർ ക്ലാസ്സിൽ വരുമ്പോൾ പോലും ഈ യൂണിഫോം ഉപയോഗിക്കാതിരുന്നിട്ടില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അങ്ങനെ ആ PG പഠിക്കുമ്പോൾ ആ കോളേജിൽ അങ്ങനെ യൂണിഫോം സിസ്റ്റം ഉണ്ടായിരുന്നു, ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇനി ഈ പറയുന്ന കന്യാസ്ത്രീകൾ, ഇപ്പോൾ PGക്ക് പഠിക്കുന്ന കന്യാസ്ത്രീകളുണ്ട്, ആ കോളേജിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ഇവർ ഈ സഭാവസ്ത്രം അഴിച്ചു വെച്ചിട്ട് പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷമായി, പ്രത്യേകിച്ചും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത ഊതി കത്തിച്ചുകൊണ്ട ആൾക്കാരെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ആ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് വല്ലാണ്ട് എക്സ്പോസ്ഡായി. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള കുറേ അധികം കളികൾ കേരളത്തിൽ നടന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി മാത്രമല്ല ആ ക്യാമ്പയിൻ ഉണ്ടായത്. ആ ക്യാമ്പയിൻ അത്ര വിജയിക്കില്ല എന്ന് തോന്നലുണ്ടാക്കി. മാത്രവുമല്ല, ഈ വർഷം തന്നെ ഉത്തരേന്ത്യയിൽ നടന്ന കുറേ അധികം സംഭവങ്ങളിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ടുള്ള തിരിച്ചടിയായി മാറി. വരാൻ പോകുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി അന്ന് ആളെ കത്തിച്ച് നോക്കാം എന്ന് ചിലർ ശ്രമിക്കുന്നതാണോ ഇതിൻ്റെ പിന്നിൽ നമുക്കറിയില്ല. പക്ഷേ ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിലൂടെ അത് ഏതാണ്ട് കെട്ടടങ്ങിയെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് കെട്ടടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുട്ടിയുടെ പിതാവ് സെറ്റ് ബാക്ക് ചെയ്തോടി ആ പ്രശ്നം തീർന്നു. പക്ഷേ ആ പ്രശ്നം ഇനിയും ആളിക്കത്താൻ സാധ്യതയുണ്ടെന്നാണ് ദീപികയുടെ മുഖപത്രം നമുക്ക് വായിക്കുമ്പോൾ, മുഖലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതിൽ പറയുന്നത് നമസ്കാരമുറി അടച്ചിട്ടും മതശാഠ്യം, പുതിയ മതശാഠ്യം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ, അതായത് അത് ഇനിയും ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ ലേഖനം വരുന്നത്. പക്ഷേ കേരളത്തിൽ ഇനി അതങ്ങനെ വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനിപ്പോൾ അത് എടുക്കാൻ ആൾ കുറവാണ്, മുമ്പത്തെ പോലെ 2 വർഷം മുമ്പുള്ളതുപോലെ അതെടുക്കാൻ ആൾ കുറവാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനി ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകും. ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, തട്ടമിട്ട കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഇനിയും അതിന് സാധ്യതയുണ്ട്.